DNA പരിശോധനയ്ക്ക് പോലീസ് നീക്കം. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ ശേഖരിക്കും. നടത്തിപ്പുകാരിയും മകനും ഇപ്പോഴും ഒളിവിലാണ്. ഒളിവിലുള്ള നടത്തിപ്പുകാരി ഇതിന്റെ പോലീസ് അന്വേഷണത്തിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. കൃഷ്ണ, നമസ്കാരം. അപ്പോൾ ജീവമാതാ കാരുണ്യ ഭവൻ ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കുട്ടികളെ ആയാലും എല്ലാവരെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ന്യൂസ് അധിക ചാനലിൽ അങ്ങനെ വലിയൊരു ന്യൂസായിട്ടോ കാര്യമായിട്ടോ ഒന്നും വന്നിട്ടില്ല. കുറേ മെയിൻ സ്ട്രീം ചാനലുകളിലൊന്നും അങ്ങനെ ന്യൂസായിട്ട് വന്നിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ മനോരമേൻ്റെ അകത്ത് ഒരു അവിടെ ജോലി ചെയ്ത ഒരു സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബൈറ്റ് ഒന്ന് കാണാം. മോളെ തങ്കമണിയും മോളെ എൻ്റെ അനിയത്തി തങ്കമണി കേട്ടോ മോളെ, നീ കൊണ്ടുവന്ന് എന്നെ താമസിച്ച് അന്ധകാരത്തിലാടി. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോടി. അന്ന് മതി ഞാൻ പട്ടിണിയും ആടി. ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കടി. വരാത്തവരോ തീരെ വയ്യാടി, പനി പിടിച്ച് കിടക്കുക. അങ്ങനെ പോലും കൊണ്ടുപോയി എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് കൊല്ലത്തെ ഓട്ടത് എവിടെയും കൊണ്ടാക്കാം. നിങ്ങളെ ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു. ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പിനെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി. ഞാനെന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തു. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? മതിയൊക്കെ. എൻ്റെ പേര് സന്ധ്യ പല്ലവി. ഞാനൊരു കലാകാരിയാണ്. കൊറോണയ്ക്ക് ശേഷം വർക്കൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു പരസ്യം കാണുന്നത്. ജീവമാതാ കാരുണ്യ ഭവൻ അനാഥാലയത്തിലേക്ക് വാർഡനെ ആവശ്യമുണ്ടെന്ന്. ഞാൻ അവിടെ ചെന്നു. അമ്മമാർക്ക് ഫുഡ് കൊടുക്കാറില്ല. അവരുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അന്തേവാസിയായ പെൺകുട്ടിയെ കൊണ്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുത്തുന്നു. കിടപ്പ് രോഗികൾക്ക് ഒരു നേരത്തെ ആഹാരമേ കൊടുക്കൂ. അവർ മലമൂത്ര വിസർജനം കിടന്ന് ചെയ്യുമെന്ന് കരുതി. പിന്നീട് കുട്ടികൾക്ക് ബ്രഷില്ല, പേസ്റ്റില്ല, എണ്ണയില്ല, തലയിൽ തേക്കാൻ സോപ്പില്ല, കുളിക്കാൻ വൃത്തിഹീനമായ ഡ്രസ്സാണ് കുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാത്റൂമിനോട് ചേർന്നാണ് കിണർ കുഴിച്ചിട്ടിരിക്കുന്നത്. വൃത്തിഹീനമായ പരിസരമാണ്. 4 ദിവസം അവിടെ നിന്ന് 4ാമത്തെ ദിവസം അവിടെ നിന്ന് വീഡിയോ എടുത്ത് നേരെ കുടുംബ സ്റ്റേഷനിൽ ചെന്ന് അവിടെ പെറ്റീഷൻ കൊടുത്തു. കുടുംബ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ CI അന്വേഷിക്കാൻ വന്നപ്പം ഗിരിജ മാഡം പറഞ്ഞ ആ സ്റ്റേഷൻ്റെ പരിധിയല്ല ഈ സ്ഥാപനമെന്ന്. അങ്ങനെ CI എന്നെ വിളിച്ച് പറഞ്ഞ് അടൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ. എന്നാൽ ഞാൻ നേരെ വീഡിയോയിൽ 2 എണ്ണം എടുത്തിട്ട് അവരുടെ വീട്ടുകാർ കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് അടൂർ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. എൻ്റെ പേരിലൊരു സൈബർ കുറ്റമുണ്ടെന്നും പറഞ്ഞ്. ഞാൻ അടൂർ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അറിയുന്നു എൻ്റെ പേരിൽ പീഡന കേസാണെന്ന്. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് ആ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ചേച്ചി അവിടെ വാർഡനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ അവർ നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായാലും അവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് ആ ചേച്ചി കണ്ടവിടെ അനുഭവിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ വന്നിട്ട് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചിട്ടും പിന്നെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലൂടെ ധൈര്യത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത് ഒക്കെ ആയിട്ടാണ് നമ്മളൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സങ്കടമാണെന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ ആ ചേച്ചി അവിടെ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. അങ്ങനെയാണ് ആ ചേച്ചി കുറേ അവരുമായിട്ട് നിയമപരമായിട്ട് പോരാട്ടം നടത്തുകയാണെന്ന് ആ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഒടുവിലിപ്പോൾ ഏകദേശം ആ ചേച്ചി തന്നെ വിജയിച്ചു. ആ ചേച്ചി സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കുറേ പേര് ഇതിൻ്റെ അകത്ത് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലായാലും പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായാലും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായാലും ഓരോരാളായാലും അവർ തെളിവുകൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. വോയിസ് ക്ലിപ്പായിട്ടായാലും വീഡിയോസ് ആയാലും. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ളൊരു കുട്ടി ആ കുട്ടിയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ നരകതുല്യമായ ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഓരോരാളായാലും പറയുന്നത്. നമ്മളിപ്പോൾ ഈ ജീവമാതാ കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരുടെ അവരുടെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ ആ മുഖത്തെ ചിരിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് നല്ലൊരു സ്നേഹനിധിയായ ഒരു അമ്മയാണ്. കാരണം അനാഥാലയത്തിൽ തന്നെയാണ് അവരെ മകനെ കല്യാണം കഴിപ്പിച്ചത്. അനാഥ പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ അത്രയും നല്ലൊരു അമ്മയാണ്. എത്രയും നല്ല അമ്മയ്ക്ക് അതൊക്കെ പറ്റുള്ളൂ. നല്ല മനസ്സിനുടമയ്ക്ക് ഇതൊക്കെ പറ്റുള്ളൂ. പിന്നെ അവരുടെ വീഡിയോൻ്റെ അകത്ത് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. അത്രയും പാവം പോലെയൊക്കെയാണ് ഇരുന്നിട്ട് അവർ പറയുന്നത്. പിന്നെ ആ വിവാഹം കഴിപ്പിച്ചതോടുകൂടി അവർ ഭയങ്കര നല്ലൊരു അമ്മയായിട്ട് മാറി. പക്ഷേ
നമ്മൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇവർ ആ കുട്ടികളെ കൂട്ടി ടൂറ് പോകുന്നതായാലും ആ അമ്മമാരുമായിട്ട് ഇടപഴകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും നല്ലൊരു സ്ത്രീയാണല്ലോ, കാരണം അവരെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ എന്നുള്ള ഇതൊക്കെ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നിറഞ്ഞ ആളുമല്ല. അവരവിടെ കുറേ പേര് ഉപദ്രവിച്ച കാര്യങ്ങളായാലും ഒക്കെ ഇപ്പോൾ പുറത്ത് വന്ന ശേഷം ഇപ്പോൾ അവർ ഒളിവിൽ പോയിട്ടുള്ളത്. സത്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് പുറത്ത് വരുമ്പോഴേക്കും അമ്മയും മകനും ഇപ്പോൾ ഒളിവിലാണുള്ളത്. ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. അതിൻ്റെ ഒരു ന്യൂസും കൂടി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസും കൂടി നമുക്കൊന്ന് കേൾക്കാം. എഫ്ഐആറിലേക്ക് വിശദമായി. പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായെന്ന പോക്സോ കേസിൽ DNA പരിശോധനയ്ക്ക് പോലീസ് നീക്കം. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ ശേഖരിക്കും. നടത്തിപ്പുകാരിയും മകനും ഇപ്പോഴും ഒളിവിലാണ്. ഒളിവിലുള്ള നടത്തിപ്പുകാരി ഇതിന്റെ പോലീസ് അന്വേഷണത്തിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. കൃഷ്ണമോഹൻ ചേരുന്നു വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കുടുംബം. അവിടെയുള്ള പ്രായമായ അമ്മമാരായാലും അവർക്കൊന്നും കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കില്ല. കൃത്യസമയത്ത് മരുന്ന് ഇതൊന്നും കൊടുക്കാതെ അവർക്ക് കൃത്യമായിട്ട് നല്ല വസ്ത്രങ്ങളായാലും പിന്നെ കുളിക്കാൻ സോപ്പ്, പല്ല് കണ്ട പേസ്റ്റ് അതൊന്നും കൊടുക്കാതെ അവിടെ കിടന്ന് നരകിച്ച് അവർ ഭക്ഷണമൊക്കെ കിട്ടാതെ നല്ല ചികിത്സ കിട്ടാതെ മരിച്ചോട്ടെ എന്ന നിലയ്ക്കായിരുന്നു അവർ നോക്കിയിട്ടുള്ളത്. അതൊക്കെ വളരെ ക്രൂരമായൊരു കാര്യമാണ്. അതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അവിടെയുള്ള അമ്മമാരെയൊക്കെ ദ്രോഹിച്ചതിൻ്റെ ശിക്ഷ എന്ത് തന്നെയാലും അവർ ഈ ജന്മം തന്നെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. കാരണം അത്രയും ദ്രോഹമാണ് അവർ ചെയ്തത്. എന്ത് തന്നെയാലും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ സന്ധ്യ ചേച്ചി പറയുന്ന മറ്റൊരു വീഡിയോയും കൂടി അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോസും കൂടി ഒന്ന് നമുക്ക് കാണാം. ഞാൻ പ്രധാനമായിട്ടും വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് കൺട്രോൾ ബോർഡ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടർ സിനുകുമാർ സാറിനോട് കുറേ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. 2 CWC ചെയർമാന് മനുഷ്യ കടത്തുന്നതേ പറയാൻ പറ്റൂ, മനുഷ്യ കുഞ്ഞുങ്ങളെ കടത്തുകയാണെന്നേ ഞാൻ പറയൂ. അങ്ങനെ കടത്തുന്നു. അതിൽ ഏജൻറ്റുമാരുണ്ട്. സാറിന് ഇതിനകത്തുള്ള പങ്ക് അന്വേഷിക്കണം. എൻ്റെ സംശയമാണ് കേട്ടോ. എനിക്കതിനുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യപൂർവ്വം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത്. ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത്. ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, പേടിയില്ലേന്ന് ചോദിച്ചാൽ പേടിയില്ല. അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനെ ആയിരിക്കും ഞാൻ സംശയിക്കുന്നത്. കാരണം ഉദയഗിരിജി എന്ന് പറയുന്ന ആ വലിയ നന്മമരത്തെ പിഴുതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ്. സുജിത്തിന് കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലേ? സുജിത്ത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം. ക്രൈമല്ല, ഒരു നീചപ്രവൃത്തി പറയാം. ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ, ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ, തല്ലണമെന്ന് തോന്നിയാൽ സുജിത്താണ് CCTV ക്യാമറയുടെ പ്ലഗ് ഊരി മാറ്റുന്നത്. സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത്, ആ നന്മ മരത്തെ അറിയിക്കുന്നത്. സുജിത്ത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. ഒരു ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ല, ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സുജിത്ത് ഒരു ഡ്രൈവറായിട്ട് വന്നെന്നാണ് അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞത്. എനിക്ക് അറിയില്ല കേട്ടോ. ഡ്രൈവറായിട്ട് വരുമായിരുന്നു. അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും അല്ലെന്ന് നമുക്കറിയാം. അതായത് നിങ്ങളുടെ അമ്മായിയമ്മ, ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ, അതായത് ഇങ്ങനൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ 2 അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഏഴാംകുളത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. വീടല്ല, കട. ഈ ചേച്ചിയുടെ വീടിൻ്റെ അകത്ത് ഈ ചേച്ചി പറഞ്ഞത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. കാരണം നമുക്കത് നന്നായിട്ട് തന്നെ വിശ്വസിക്കാം. കാരണം ആ ചേച്ചി അവിടെ വാർഡനായിട്ട് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്തവർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. അപ്പോൾ നേരിട്ട് അനുഭവിച്ചവരവസ്ഥ പറയണ്ടല്ലോ. ആ ചേച്ചി അവിടെ നിന്ന് ഇവരെയൊക്കെ ദ്രോഹിക്കുന്നതായാലും, ഇവർക്ക് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്നതായാലും, ഫുഡ് കിട്ടാതെയും ചികിത്സ കിട്ടാതെ അവിടെ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ചേച്ചി കണ്ടതാണ്. അപ്പോൾ ആ ചേച്ചിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ആ ചേച്ചി അവിടെ നിന്ന് മനസ്സ് മടുത്ത ശേഷമായിരിക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. അതിന് ശേഷമായിരിക്കും ഇപ്പോൾ അവരുമായിട്ട് പോരാട്ടം നടത്തുന്നുണ്ടാവുക. കൂടുതലും അവിടെയുള്ള നിയമപാലകരുമായിട്ടാണ് ആ ചേച്ചി കൂടുതലും പറയുന്നത്. കാരണം അവർ ആ തെറ്റ് ചെയ്തതിന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ള നിലക്കാണ് ആ ചേച്ചി ഇപ്പോൾ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ആ ചേച്ചിയുടെ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ.
ആ ചേച്ചിയുടെ വീടിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവിടെ ഒരു പൈപ്പ് ഒരാൾക്ക് കടന്നു വരാൻ പറ്റിയ പാകത്തിനുള്ള പൈപ്പൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ എന്തിനാണെന്നൊക്കെ അന്വേഷിക്കണം. പക്ഷേങ്കിൽ അത് വളരെ സത്യമാണ്. കാരണം ആ അനാഥാലയത്തിലെ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയത് സംഭവിച്ചിട്ടാണല്ലോ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം 18 വയസ്സാവും മുന്നേ പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പെൺകുട്ടി പറയുന്നത് എനിക്ക് 18 വയസ്സായ ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഡോക്ടറെ അടുത്ത് മൊഴിയുടെ പ്രകാരം അതിന് മുന്നേ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കാരണം അവർ ഒളിവിൽ പോയിട്ടുമാണല്ലോ ഉള്ളത്. അവർ ഒളിവിൽ പോയ ശേഷം മുൻകൂർ ജാമ്യത്തിനാണല്ലോ അപേക്ഷിച്ചത്. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തിനും ഒളിവിൽ പോകണം? അവർക്ക് എല്ലാവരോടും വന്ന് പറഞ്ഞുകൂടെ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം അവർ തെറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു കുട്ടിക്ക് എന്തോ കണ്ടത് അടുക്കളയിലൊക്കെ മറ്റേ കയറിയതിന് ആ കുട്ടിയെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ എന്തോ സത്യം വിളിച്ചു പറഞ്ഞതിന് എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും. കാരണം നമുക്ക് വേദനിച്ചവർക്ക് മാത്രമല്ല അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ, വ്യാപ്തി മനസ്സിലാവുള്ളൂ. എന്തിനാലും അവർ ചെയ്ത ക്രൂരതയ്ക്ക് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ഇപ്പോൾ അവിടെയുള്ള കുട്ടികളെയൊക്കെ സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റിയത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയെങ്കിലും അവർക്ക് കൃത്യസമയത്ത് ആഹാരവും ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ. അതുപോലെ തന്നെ അമ്മമാർക്കും അവിടെയുള്ള പ്രായമായ അമ്മമാർക്കും ഇതുപോലെ തന്നെ നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ കിട്ടണം. അവർക്കും കൃത്യമായിട്ട് ആഹാരവും വസ്ത്രവും പിന്നെ നല്ലൊരു ചികിത്സാ രീതിയൊക്കെ കിട്ടണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ തെറ്റ് ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം.